ഇത് സംബന്ധിച്ച് ഒരു നടപടിയെടുക്കാനോ പോലീസുകാർ എന്തുകൊണ്ട് അവിടെ നിന്ന് മാറിക്കളഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാനോ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. നാം ആലോചിക്കേണ്ടത് സ്ത്രീ സുരക്ഷ. ഒരു ദിവസം തന്നെ 100 പ്രാവശ്യം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്ന ആളുകൾ ഇന്ന് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ കാലഘട്ടത്തിൽ ജലരേഖയായി മാറിയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് മന്ത്രിയുടെ ഭാര്യ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തില്ല? കേരളത്തിലെ പൊതുസമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? സാധാരണ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ കൊണ്ടുപോയി കൊടുക്കുന്ന പരാതിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. ഈ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയോ ഇടതുപക്ഷ നേതാക്കളോ ഇടതുപക്ഷത്തിൻ്റെ വനിതാ നേതാക്കന്മാർ എല്ലാ കാലത്തും നമ്മൾ പറയുന്നതാണ്, അവർ കൊടിയുടെ നിറം നോക്കി മാത്രം സ്ത്രീ വിഷയങ്ങൾ ഇടപെടുന്ന കുറച്ച് വനിതാ നേതാക്കന്മാരുണ്ട്. ശൈലജ ടീച്ചർ എവിടെ? എന്തുകൊണ്ട് ഇതിനകത്ത് മറുപടി പറയുന്നില്ല? ശ്രീമതി ടീച്ചർ എവിടെ? CS സുജാത എവിടെ? മന്ത്രി വീണ ജോർജ് എവിടെ? മന്ത്രി ചിഞ്ചു റാണി എവിടെ? എന്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പരാതി മന്ത്രിയുടെ ഭാര്യ തന്നെ ഉന്നയിച്ചിട്ടും അത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഇതൊരു വിഷയമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന വലിയ പ്രശ്നമായിട്ട് തോന്നാത്തത് എന്താ? ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറുന്ന മന്ത്രിക്ക്, അതല്ലെങ്കിൽ മന്ത്രിമാർക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇത്തരത്തിൽ സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗത്തിൻ്റെ വിഷയം വന്നപ്പോൾ മൗനം പാലിക്കാൻ കഴിയുന്നു? വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ്. മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കണം, അതല്ലെങ്കിൽ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. അല്ല, ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇടതുപക്ഷത്തെ വനിതാ നേതാക്കന്മാരെന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട നേതാക്കൾ ആരായാലും, സ്ത്രീ ആയാലും പുരുഷനായാലും, അവർ കൊടിയുടെ നിറം നോക്കി മാത്രമാണ് അഭിപ്രായം പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെയല്ല. സമീപകാലത്തുള്ള വിഷയങ്ങളിലടക്കം കോൺഗ്രസ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകളുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ബോധ്യമുള്ളതാണ്. ഞങ്ങൾക്ക് സ്വതന്ത്ര നിലപാടെടുക്കുന്നതിന് ഞങ്ങളുടെ പാർട്ടി ഒരു തടസ്സമല്ല. അല്ല, മാപ്പ് പറയുക എന്നുള്ളത് അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ മാപ്പ് പറയുകയോ വിഷയങ്ങൾ പറഞ്ഞു തീർക്കുകയായിട്ട് ഞങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. മാപ്പ് പറയുന്നതൊക്കെ കുടുംബത്തിനകത്തെ വിഷയങ്ങളാണ്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് എങ്ങനെ ബാധകമാകും? കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പരാതി നൽകിയതിനെ സംബന്ധിച്ചും പോലീസുകാർ 112-ൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 112-ൽ പരാതി നൽകിയതിനെ സംബന്ധിച്ച് പോലീസുകാർ ഓടിയെത്തിയിട്ട് അവർ മറഞ്ഞു പോകാനുള്ള കാര്യം എന്താണ് എന്നും മറുപടി പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.